ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോൻ്റെ ബാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ കാട്ടുചോലയുടെ ഉറവിടം തേടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഒരുപാട് ലോങ് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഇങ്ങോട്ട് എത്തിയതിന് ശേഷം, അതിൻ്റെ ഉറവിടത്തിനടുത്ത് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പോയി നോക്കാം. അങ്ങ് താഴോട്ട് ഭയങ്കരമായിട്ടുള്ള വെള്ളവും വെള്ളച്ചാട്ടം പോലെയൊക്കെ കാണുന്നത് അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ, വാ. ഇത് കണ്ടില്ലേ, അവിടെ ആ പാറയുടെ ഉള്ളിൽ നിന്നാണ് ഇതിൻ്റെ ഉറവിടം. ഇത് ഈ സ്ഥലത്തിന് പറയുന്നത് പടിയൂർ പഞ്ചായത്തിലുള്ള പാത്യാല എന്ന് പറയുന്ന സ്ഥലമാണിത്. പടിയൂർ പഞ്ചായത്തിലുള്ള പാത്യാല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു തീർത്ഥക്കുണ്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേനലിൽ ഏത് സമയത്തും ഈ ഗുഹക്കകത്ത് നല്ല തെളിനീരുണ്ടാവും. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ പറമ്പിലൊക്കെ പണിയെടുക്കാൻ വരുന്ന ആളുകൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെയാണ് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് മലയടിവാരത്തിലേക്ക് ഉള്ള ആളുകൾ ഇവിടെ വേനൽക്കാലം പൈപ്പ് ഇട്ടിട്ടാണ് അവർക്ക് കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ടേക്ക് എടുക്കുന്നത്. അപ്പോൾ താഴെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അത് ലോങ് വീഡിയോ ആയതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതാണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധജലമാണ്. ഇതിന് ഒരു മോശം അങ്ങോട്ടേക്ക് വരാനില്ല. അത്രയും വൃത്തിയുള്ള വെള്ളമാണ് ഈ വെള്ളം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കുടിക്കുന്നതിന് കുഴപ്പമില്ല. അതാ ഇതല്ലേ, അത്ര ശുദ്ധജലമാണ്. ഇത് കുടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത്രയും ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. വേറെ ഒരു അഴുക്കും ഇതിനകത്തില്ല. പ്രകൃതിയിൽ നിന്ന് വരുന്ന ഉറവയാണ് എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. ആ പാറക്കെട്ടിൻ്റെ അങ്ങ് ഉള്ളിലോളം ഉണ്ട് വെള്ളം. അത് നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രം നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. ഇതാ, ഇതിനകത്തു നിന്നാണ് നമ്മളെ ഈ വെള്ളം ഇങ്ങോട്ട് ചാലായി അങ്ങനെ ഒഴുകി അങ്ങനെ പോകുന്നത്. കണ്ടില്ലേ, അതൊരു വലിയ പാറക്കെട്ടാണ്. അങ്ങ് മുഴുവൻ കാടാണ്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കാടാണ്. ഇതാണ് കാട്ടുചോലയുടെ രണ്ടാം ഭാഗം. ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ട് എവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് തുടങ്ങുന്ന സമയത്ത് ഇത്രയേ ഉള്ളൂ ഇതിന് വീതി. പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴാണ് ഇതിന് വീതി കൂടി വരുന്നത്. മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ ഇതിൻ്റെ ഉറവിടം ഏതായാലും നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്തോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടി നോക്കാം. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് തുടങ്ങുന്നു. കണ്ടില്ലേ, ഇവിടെയൊക്കെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേനൽ വർഷം വെള്ളമുള്ളത് കൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതുകൊണ്ട് കുറച്ച് വാഴയൊക്കെ ഇവിടെ വെച്ചിട്ട് കാണുന്നുണ്ട്.
അതിൻ്റെ മുകളിലൊക്കെ വലിയ കാടുകളാണ്. ബാക്കി നമുക്ക് താഴത്തുനിന്ന് നോക്കാം. ഓക്കെ.